ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന്? ഇന്ന് എന്റെ ചിന്നമാമന്റെ പിറന്നാളാണ്. ചിന്നമാമ ആരാന്നറിയോ? എന്റെ മുത്തമാമ. അപ്പൊ നിന്റെ മുത്തമാമക്ക് ഇപ്പൊ എത്ര വയസ്സായി? അമ്മാമയ്ക്ക് ഇപ്പൊ 90 വയസ്സായി. ചില്ലറക്കാരിയല്ലല്ലോ നിന്റെ മുത്തിയമാമ. അതെ അതെ, ആളൊരു ജഗതില്ലാടിയാ. നിനക്കറിയോ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് 1935 മെയ് 2015 എന്റെ അമ്മാമ ജനിച്ചത്. ആളപ്പോ ഒരു പോരാളി തന്നെയാണല്ലോ. അല്ല, എവിടെയാ ജനിച്ചത് നിന്റെ മുത്തമ്മാമ? വിശ്വാസവും സ്നേഹവും ചേർന്ന ഒരു പുള്ളി. ചെറായി എന്ന കടലോര ഗ്രാമത്തിൽ വാളൂരാൻ വീട്ടിൽ ആഗസ്തിയുടെയും മറിയാമ്മയുടെയും 5ാമത്തെ മകളായി വെളിച്ചം വെളിപ്പെടുത്തുന്ന തിരമാലകൾക്കും മണ്ണിന് മീതെ കത്തുന്ന മിഴിയുള്ള ചിരികൾക്കുമിടയിൽ അവൾ ഒരു മാലാഖയെ പോലെ പിറന്നു. ഇതുപോലും ഇതിലും കളറാണ് അമ്മാമ്മന്റെ ലൈഫ്. എനിക്ക് കേൾക്കണോ? ആണോ? അപ്പൊ ഒന്ന് കേൾക്കണാലോ. അതേ വർഷം തന്നെയാണ് അമ്മാമ്മ മാമോദീസ സ്വീകരിച്ചത്. അന്നമ്മ എന്നാണ് അമ്മാമ്മയുടെ മാമോദീസ പേര്. കോട്ടക്കൽ ആന്റണിയും കാച്ചപ്പിള്ളി ത്രേസ്യയുമാണ് അമ്മാമ്മയുടെ തലതൊട്ടപ്പനും. അങ്ങനെ നമ്മളെ പോലെ കുറച്ച് കുസൃതികളും കുറുമ്പുകളും ഒക്കെ കാണിച്ച് ആംഗളന്മാരോടും പെങ്ങളന്മാരോടും കൂട്ടുകാരോടുമൊത്തം കളിച്ച് ചിരിച്ച് സ്കൂളിലൊക്കെ പോയി നല്ല മിടുക്കിയായിട്ട് പതുക്കെ വളർന്ന് വലിയ കുട്ടിയായി. പഠിക്കാനൊക്കെ മിടുക്കിയായിരുന്നു. കണക്കിൽ കെങ്കേമി. ഓ, അപ്പ ഇത് വലിയ കുടുംബമായിരുന്നു. അതെ, അമ്മാമ്മേന്റെ അപ്പൻ വലിയൊരു ബിസിനസ്കാരനായിരുന്നെന്നാ ഞാൻ കേട്ടേക്കുന്നേ. പലചരക്ക് കട, റേഷൻ കട, പച്ചമരുന്ന് കട, പച്ചക്കറി കച്ചവടം, അങ്ങനെ കുറെ. ഇത് പോരാഞ്ഞിട്ട് അമ്മാമ്മയുടെ അമ്മയ്ക്കും വേറെ കുറെ ബിസിനസ് ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതെന്ത് കാര്യമാണ്? പണ്ട് ചിന്നമ്മാമ്മയുടെ അപ്പൻ കൊച്ചിയിലെ ചരക്കെടുക്കാൻ പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അന്നത്തെ കുട്ടി ചിന്നമ്മയുടെ കയ്യിൽ നിന്നും ഒരു പിടി കാശ് കിട്ടാതെ അപ്പൻ വീട് വിട്ട് പുറത്തിറങ്ങില്ല. ചിന്നമ്മാമ്മയുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടാതെ പോയാൽ നല്ല ചരക്ക് കിട്ടില്ല എന്നാണ് അപ്പൻ പറയാറ്. അപ്പ കുക്കിങ്ങില് മാത്രമല്ല കൈപുണ്യം. അല്ല, നമ്മുടെ അപ്പാപ്പനെ എപ്പോഴാണ് അമ്മാമ്മക്ക് കിട്ടിയത്? 1952 മെയ് 12 ചെറായിലെ ഇടവക ദേവാലയത്തിൽ വെച്ച് ഇരുവരും വിവാഹം എന്ന കൂതാശ വഴി ഒരു കുടുംബമായി. ലവ് മാരേജ് ആയിരുന്നോ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? വൺ സൈഡ് ലവ് ആണെന്ന് അമ്മാമ്മ പറഞ്ഞത്. വൺ സൈഡ് ലവോ? ആർക്ക്? കേൾക്കട്ടെ. കല്യാണത്തിന് മുന്നേ ഇവർ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണുമായിരുന്നു. ഇവർ ബന്ധുക്കളായിരുന്നല്ലോ. അങ്ങനെ ഇരിക്കെ അപ്പാപ്പന് അമ്മാമ്മയോടൊരിഷ്ടം. മാന്യനായ നമ്മുടെ അപ്പാപ്പൻ അത് വീട്ടിൽ പറഞ്ഞു. പക്ഷേ അമ്മാമ്മയുടെ ആങ്ങള വില്ലനായി നടക്കില്ല എന്ന് പറഞ്ഞു. പാവം നമ്മുടെ അപ്പാപ്പൻ സങ്കടം സഹിക്കാനാവാതെ നാട് വിട്ടു. അപ്പാപ്പന്റെ ആ സ്നേഹത്തിന് മുന്നിൽ പിന്നെ ആർക്കും നോ പറയാൻ പറ്റില്ല. അമ്പട കള്ള, അപ്പാപ്പനാള് കൊള്ളാല. പിന്നെ അപ്പാപ്പന് തെറ്റ് പറയാൻ പറ്റുമോ? അത്രയ്ക്ക് സുന്ദരിയായിരുന്നില്ലേ നമ്മുടെ അമ്മാമ്മ? അതിനിപ്പ എന്താ മോശം? അപ്പൊ അന്നത്തെ കാര്യം പിന്നെ പറയണോ? കല്യാണം കഴിഞ്ഞ് അന്തോണിപ്പാപ്പനും അന്തോണിപ്പാപ്പന്റെ അപ്പനും കൂടി ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. എന്ത് കോമ്പറ്റീഷൻ? പിള്ളേരുണ്ടാക്കുന്ന കോമ്പറ്റീഷൻ. എന്നിട്ട് ആര് ജയിച്ചു? അത് അന്തോണിപ്പാപ്പന്റെ അപ്പൻ ജയിച്ചു. 2 കുട്ടിയിലും കൂടി 17 പിള്ളേര്. എന്റെ അമ്മോ, അത് കൊള്ളാലോ. അതോ, ഇവരെ മുഴുവനും നോക്കിയത് നമ്മുടെ അമ്മാമ്മയല്ലേ, അതും 17ാം വയസ്സിൽ. അതിനൊരു ക്രെഡിറ്റ് കൊടുക്കണ്ടേ? അപ്പൊ നമ്മുടെ അപ്പാപ്പനും അമ്മാമ്മയ്ക്കും എത്ര പിള്ളേരുണ്ടായി? അവരുടെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ അവർക്ക് 7 മക്കളുണ്ടായി. 3 ആൺമക്കളും 4 പെൺമക്കളും. അങ്ങനെ അവർ ഒരു കുടുംബമായി സന്തോഷത്തോടെ ജീവിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഇവരെല്ലാരും ജനിച്ചു വളർന്ന കാരണക്കോടത്ത് നിന്നും രാജനഗരി എന്ന് പേര് കേട്ട തൃപ്പൂണിത്തുറായുടെ സ്വന്തം പുതിയകാവിലേക്ക് താമസം മാറി. അതാണോ നമ്മുടെ പുതിയകാവത്ത് തറവാട് വീട്? അതെ. പിന്നെ മക്കളെല്ലാവരും വിവാഹം കഴിച്ച് അങ്ങനെ നമ്മുടെ അമ്മാമ്മയ്ക്ക് നല്ല കിഡിലെ 6 മരുമക്കളെ കിട്ടി.
പിന്നെ അവർക്കും മക്കളുണ്ടായി. അങ്ങനെ അമ്മാമ്മയ്ക്ക് 13 നല്ല ഉശിരൻ പേരക്കുട്ടികളെ കിട്ടി. ഈ പേരക്കുട്ടികളും വിവാഹം കഴിച്ച് അവർക്കും കുട്ടികളുണ്ടായി. അത് എത്ര പേരാണ്? ഇപ്പൊ നിലവില് 9 ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ട്. എത്ര ഉണ്ടാവുന്ന എനിക്കറിയില്ല. അമ്മാമ്മയാണെങ്കിൽ ഇനി ഏത് പേരക്കിടാവാണ് അടുത്ത ട്രോഫി കൊണ്ടുവരുന്നതെന്ന് നോക്കിയിരിപ്പാണ്. എന്റെ ചിന്നമ്മാമ സൂപ്പർ വുമനാണ്. എന്താണ് നിന്റെ അമ്മാമ്മയെ സൂപ്പർ ആക്കുന്നത്? ഒറ്റയ്ക്ക് വഴിവിട്ടി വന്നവളാണ് എന്റെ അമ്മാമ. ലോകത്തിന്റെ ഏത് കോണിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ അമ്മാമയ്ക്ക് പേടിയുമില്ല മടിയുമില്ല. അന്ധകാലത്ത് ഒറ്റയ്ക്ക് ട്രെയിൻ കയറി ബാംഗ്ലൂരിൽ പോവായിരുന്നു. അത് ചുമ്മാ പോക്കൊന്നും അല്ല. പോയി തിരിച്ചു വരുമ്പോൾ സാരിയിൽ കുപ്പി ആരും കാണാണ്ട് പൊതിഞ്ഞോണ്ട് ഇങ്ങോട്ടേക്ക് കടത്തും. യു മീൻ സ്മഗ്ലിംഗ്? അങ്ങനെ പറയാം. നിന്റെ അമ്മാമ ബാംഗ്ലൂരിൽ ഒറ്റയ്ക്ക് പോയെന്നോ? എന്നാ നിന്റെ അമ്മാമ സൂപ്പർ തന്നെ. ഈ ബാംഗ്ലൂർ എവിടെ കിടക്കുന്നു? ഇന്ത്യക്ക് അപ്പുറം കടലും കിടന്ന് യൂറോപ്പ് എന്ന ഭൂഖണ്ഡത്തിൽ ജർമ്മനിയിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ആളാണ് ഞങ്ങളുടെ അമ്മാമ, അതും കണക്ഷൻ ഫ്ലൈറ്റിലേക്ക്. അപ്പൊ നിന്റെ അമ്മാമ സൂപ്പർ വുമൻ അല്ല, വണ്ടർ വുമനാ. ജർമ്മനിയിൽ മാത്രല്ല, അവിടെ നിന്ന് ഇറ്റലി, റോം, വത്തിക്കാനൊക്കെ പോയിട്ടുണ്ട്. വേറെ എന്തൊക്കെയുണ്ട് നിന്റെ അമ്മാമ്മയുടെ കഴിവുകൾ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പാചകറാണി. നിനക്ക് ഏത് വേണം? ഇവിടെ ഏത് വിഭവവും എടുക്കും, അതിന്റെ തനത് രുചിയിൽ. പോരാത്തതിന് സ്വന്തം കയ്യിൽ നിന്ന് ഇടുന്ന പരീക്ഷണങ്ങൾ വേറെ, അതിപ്പോഴും നിന്നിട്ടില്ല. പിന്നെ പറയാൻ നിന്നാൽ കണക്കിലെ കെങ്കേമി, ഹെയർ സ്റ്റൈലിസ്റ്റ്, സാരി ഡ്രേപ്പിസ്റ്റ്, ഓർമ്മയുടെ കാര്യത്തിൽ സന്തോഷ് ബ്രഹ്മിയുടെ ബ്രാൻഡ് അംബാസിഡർ. പല കാര്യങ്ങളും നമ്മൾ മറന്നാലും അമ്മാമ മറക്കില്ല. അമ്മാമയ്ക്ക് ഇപ്പൊ 90 വയസ്സല്ലേ? ആളപ്പൊ ഒരു പഴഞ്ചനാർക്കുന്നല്ലേ? പഴഞ്ചനോ? എന്റെ അമ്മാമ്മ അതിനൊന്നും നോക്ക്. ഏത് മെലോഡി ഇൻട്രഡ്യൂസും ചോദിച്ചാലും ആളത്തേക്കണം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് നിന്റെ അമ്മാമ്മേനെ ഒന്ന് കാണണം. അതിനെന്താ കുഴപ്പം? ചിന്നമ്മാമ സ്റ്റേജിലേക്ക്